അപ്പൊ അല്ല ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കണ്ടല്ലോ. എന്താണ് അൽഫാം ചുടൽ? എങ്ങനെ? ഗ്രില്ലുമ്മേ. ഗ്രില്ലുമല. അപ്പൊ മാവൊക്കെ ഉണ്ടാക്കാൻ അറിയോ? മാവൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണല്ലോ. നല്ലൊരു പ്രൊഡക്റ്റ് ആണല്ലോ. തരാണ് മാസ്റ്റർ ഷെഫ് അല്ലേ? മാസ്റ്റർ ഷെഫിന്റെ അൽഫാം മസാല. ഇതുണ്ടെങ്കിൽ ഈ മസാല മാത്രം മതി നമുക്ക്. അപ്പൊ നിങ്ങള് ഗ്രില്ലൊക്കെ സെറ്റ് ആക്കിയാ? ഗ്രില്ലൊക്കെ സെറ്റ് ആക്കി. നമുക്ക് വരാം. ഗ്രില്ല് സെറ്റ് ആക്കിയിട്ടില്ല, അതിന്റെ പകരം നമ്മള് കല്ല് വെച്ച് അടുപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഗ്രില്ല് സെറ്റ് ആക്കും. അപ്പൊ കല്ല് മാത്രം സെറ്റ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ടൈം കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യട്ടാ. രണ്ട് കോയിന് ചുടുന്നുണ്ട്. അപ്പോൾ 2 കോയിന് ചുടുമ്പോൾ ഒറ്റ ട്രിപ്പാക്കി ചെയ്യാനാണ് നോക്കണത്. ഒരു ഏകദേശം വലിപ്പമുള്ള ഗ്രില്ലാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ചുടുന്നത് എങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഫുള്ള് ചിരട്ട വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചിരട്ട വെച്ച് മാത്രം ചുടണമെങ്കിൽ മിനിമം ഇത്ര ചിരട്ട വേണ്ട അല്ലേ? വേണ്ടില്ലേ? അപ്പോൾ മിനിമം നിങ്ങൾ ഇങ്ങനെ ചുടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഈ ഒരു ചിരട്ടയെങ്കിലും എടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ചിരട്ടൊക്കെ ഇട്ടിക്കണ ചിരട്ട കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കത്തിക്കണ വീഡിയോ ഇട്ടുതരാം. അപ്പോൾ നമ്മൾ ചിരട്ട കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരട്ട കത്തിക്കാൻ ചിരട്ടൻ്റെ ഉള്ളിൽ മറ്റേ വെണ്ണൂറും പിന്നെ ഓയിലും ഇട്ടുകാണ്ട് അതിൻ്റെ മേലെ കത്തിക്കുകയാണ്. ഒക്കെ ഇങ്ങനെ നമ്മൾ ഒരു ചിരട്ട കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചിരട്ട കത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളിമയാണ് കത്തിക്കണത് കേട്ടോ. ഇപ്പോൾ 2 ചിരട്ട കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഫുള്ളൊന്ന് കത്തി റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. അത് സെറ്റായി കത്തുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ചിരട്ടകളൊക്കെ ഇങ്ങനെ പിടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് മറ്റേ ഗ്രില്ലുമ്മ ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ഗ്രില്ലുണ്ട്. ആ വലിയ ഗ്രില്ലുമ്മ ഞങ്ങൾ 9 കഷ്ണം ചിക്കൻ വെക്കുന്നുണ്ട്. പിന്നെ വേറൊരു ചെറിയ ഗ്രില്ലുണ്ട്. ആ ചെറിയ ഗ്രില്ലുമ്മ ബാക്കി 3 വെക്കണുള്ളൂ. അത് നമ്മൾ നടുവിന്ന് മറ്റേ സാധാ പീസ് എടുത്തിട്ട് ലെഗിൻ്റെ പീസ് നടുവ് വെച്ചെടുത്തിട്ടുണ്ട്. അതിനൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ സെറ്റായി കണലൊക്കെ ആയി വന്നിട്ടുണ്ട്. അത് ഏകദേശം നല്ല സെറ്റായി കണലായിട്ടുണ്ട്. അങ്ങനെ കണലായി ഞങ്ങൾ ഇങ്ങനെ വെച്ചെടുത്തൊക്കെ ചെയ്തിരുന്നു. വെച്ചെടുത്തിട്ട് ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രിയായിട്ട് തീരെ ക്ലിയർ ചെയ്യുക, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ടൈം എടുക്കണ പണിയാണ്. ഇപ്പോൾ നല്ല സെറ്റായി കണലായി ഇങ്ങനെ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ചിക്കൻ തിന്നണ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ റയ്യാൻക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മള് അൽഫാം ഉണ്ടാക്കി വന്നപ്പോ പെരി അൽഫാമായി. അപ്പോൾ നമ്മൾ പൊറോട്ട മൂന്നൊരു കഷ്ണം എടുത്തിട്ട് നമ്മളെ അൽഫാം മൂന്ന് നേരത്തെ റയ്യാൻ പറഞ്ഞ പോലെ തന്നെ സാധാ അൽഫാം ഉണ്ടാക്കി, പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല മുഴുത്തിട്ട് നല്ല പെരി അൽഫാം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിന്ന് നോക്കിയപ്പോൾ നല്ല രസം കിട്ടാറുണ്ട്. ഞാൻ തിന്നുന്ന വീഡിയോ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടാ. ബൈ.